നിങ്ങളുടെ ഇച്ഛകൾ നടക്കാതെ പോകുന്നുണ്ടോ? പ്രാകാമ്യം എന്ന സിദ്ധിയുടെ കുറവ് കൊണ്ടാണത്. എന്താണ് പ്രാകാമ്യം എന്ന് നോക്കാം. പ്രാകാമ്യം, pure intention aligned with life turns desire into reality. അഷ്ടസിദ്ധികൾ എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് പ്രാകാമ്യം, പ്രാകാമ്യം എങ്ങനെ ഇച്ഛയെ യാഥാർത്ഥ്യമാക്കുന്നു, പ്രാകാമ്യം വളർത്താൻ എന്തെല്ലാം പരിശീലനങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അഷ്ടസിദ്ധികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. എന്താണ് അഷ്ടസിദ്ധി? ഈ അഷ്ടസിദ്ധി എന്ന് പറയുന്ന ആ ഒന്ന് നമ്മുടെ ജീവിതം ഫ്ലോ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്ന അവസ്ഥയാണ്. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യവസ്ഥ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നു, മനസ്സ് അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു, ജീവൻ ഇതിനെല്ലാം കൃത്യമായി കൊണ്ടുപോകുന്നു, ജ്ഞാനം ഇതിന് അനുസരിച്ച് ആയിരിക്കുന്നു, നമ്മുടെ ജീവചൈതന്യം അതിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ അകത്തെ പ്രകൃതിയും പുറത്തെ പ്രകൃതിയും കൃത്യമായി ഒഴുകും. ഈ ഒഴുക്ക്, ഇതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൃത്യമായി ഒഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ജീവിതത്തിലെ മറ്റു വൈഷമ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാകില്ല എന്നല്ല, ഏറ്റക്കുറച്ചിലുകളോടുകൂടി ഇതെല്ലാം കയറി ഇറങ്ങിപ്പോകും. ആ കയറ്റിറക്കത്തിലൂടെയാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഹൃദയം സ്പന്ദിക്കുന്ന സമയത്ത് രക്തം ഓടുന്നു, അതിനുശേഷം കുറെ നേരം അത് നിർത്തിവെക്കുന്നു, രക്തഓട്ടം ഹൃദയസ്പന്ദനം നിർത്തിവെക്കുന്നു. ആ നിർത്തിവെക്കുന്നതിൽ നിന്നും ആർജിക്കുന്ന ഊർജം കൊണ്ടാണ് തുടർന്നുള്ള അടുത്ത മിടിപ്പും അടുത്ത ഒഴുക്കും ഉണ്ടാകുന്നത്. അപ്പോ ഈ ആവർത്തിച്ചുള്ള ഈ ചലനങ്ങൾ കൊണ്ടാണ് പ്രകൃതിയിലെ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ഒരു അവസ്ഥ സാധ്യമാകണമെങ്കിൽ ഈ ഒഴുക്കിനെ നമ്മൾ അനുവദിക്കണം. ഇതിൽ ഈ തടസ്സങ്ങൾ എവിടെയെങ്കിലും നമ്മളെ കൊണ്ട് നിർത്തിയാൽ നമ്മുടെ ഇച്ഛകൾ നടക്കാതെ വരും. ഈ ഒഴുക്ക് തടസ്സപ്പെടും. തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇച്ഛിക്കുന്നത് യാഥാർത്ഥ്യമാകാതെ വരും. അപ്പോ ഈ ആഗ്രഹവും ഫലവും തമ്മിലുള്ള ഉണ്ടാകുന്നത്, ഈ ഒഴുക്ക് കൃത്യമല്ലെങ്കിൽ ആഗ്രഹവും ഫലവും തമ്മിൽ ഒരുപാട് ദൂരെയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഉള്ളിലെ വിരുദ്ധ ശക്തിയാണ്. ഈ ഒഴുക്കിന് വിരുദ്ധമായി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ശക്തിയാണ് അതിന് കാരണമാകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഇച്ഛ വ്യക്തമല്ലെങ്കിലോ, നമ്മുടെ ഉള്ളിലുള്ള ഇന്റൻഷൻ എന്നുള്ളത് വ്യക്തമല്ലെങ്കിലോ അപ്പോഴും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കില്ല. ഇനി ഇച്ഛ കൃത്യമാണ്, പക്ഷെ നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോയാലോ അപ്പോഴും സംഭവിക്കില്ല. ജീവിതത്തിന്റെ പാറ്റേൺ അസംഘടിതമാണെങ്കിൽ അപ്പോഴും ഇതൊന്നും സംഭവിക്കില്ല. നമുക്ക് ക്രമമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പൊ അവിടെയാണ് പ്രാകാമ്യം എന്ന സിദ്ധിയുടെ പ്രാധാന്യം. അഷ്ടസിദ്ധികളിൽ 6ാമത്തെയാണ് പ്രാകാമ്യം. അത് ഇച്ഛ യാഥാർത്ഥ്യമാക്കുന്ന ശക്തിയാണ്. നമ്മൾ എന്തെങ്കിലും ഇച്ഛിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കുന്ന ശക്തിയാണ്. അത് ഇച്ഛാശക്തിയുടെ പൂർണ്ണതയാണ്. ഇച്ഛാശക്തിയും എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കരുതി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള നമ്മുടെ ശ്രമം, തുടർന്നുള്ള അതിലേക്കുള്ള ഒഴുക്ക്. നമ്മൾ ഇന്നലെ പ്രാപ്തിയെ കുറിച്ച് സംസാരിച്ചു. പ്രാപ്തി എന്ന് പറയുന്നത് അത് സഫലമാക്കാനുള്ള, അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഒരു ശേഷിയാണെങ്കിൽ ഈ ഇച്ഛയെ യാഥാർത്ഥ്യമാക്കുക, ഇവിടെ നിന്ന് അവിടെ വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇച്ഛ. അതിനുശേഷം അത് കംപ്ലീറ്റ് ആക്കി മുൻപോട്ട് നിലനിർത്തുക എന്നുള്ളതാണ് പ്രാപ്തി. അപ്പോ നമ്മുടെ പ്രാകാമ്യം എന്നുള്ളത് വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ പ്രിൻസിപ്പിൾ എന്നുള്ള രൂപത്തിലാണ്. നമ്മൾ എന്താണോ അകത്ത് കരുതുന്നത്, അകത്ത് ചിത്രമായി സൂക്ഷിക്കുന്നത്, നമ്മൾ എന്തിലേക്കാണോ കേന്ദ്രീകരിക്കുന്നത്, അത് യാഥാർത്ഥ്യമാക്കി തരും പ്രകൃതി എന്നുള്ളത്. യാഥാർത്ഥ്യമാക്കി തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി വേറെ ഞാൻ വേറെ എന്നുള്ളത്, യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുക. അപ്പോ ബോധപൂർവം സൃഷ്ടി നടത്താനുള്ള ശേഷിയാണ് ഈ പറയുന്ന പ്രാകാമ്യം എന്ന് പറയുന്നത്. നമ്മളൊരു സൃഷ്ടി നടത്താൻ, യാദൃശ്ചികമായിട്ട് നടത്താൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. പക്ഷെ അതല്ല, ബോധപൂർവം എന്ത് വേണം എന്ന് രൂപകൽപ്പന ചെയ്യാനുള്ള ശേഷിയാണ് പ്രാകാമ്യം എന്ന് പറയുന്നത്.
പലപ്പോഴും പ്രാഗാമ്യം സംഭവിക്കാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വയം ഉള്ള സംശയം, സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ സംശയമുണ്ട്, നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ, എന്നെ കൊണ്ട് സാധ്യമാകുമോ എന്ന് പറയുന്ന ഒരു സംശയമുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല. നമ്മൾ എന്ത് ഇച്ഛിക്കുന്നു അത് സംഭവിക്കണമെന്നില്ല. ഇനി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വിശ്വാസം ഒരു രൂപത്തിലുണ്ട്, വേറൊരു വിശ്വാസം വേറൊരു രൂപത്തിലുണ്ട്. ഇവ തമ്മിൽ ചേർന്നിണങ്ങി പോകുന്നില്ലെങ്കിൽ സംഭവിക്കില്ല. അത് കോൺട്രാഡിക്ടറി ബിലീഫുകൾ, രണ്ടു തരം ചേർച്ചയില്ലാത്ത വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സംഭവിക്കില്ല. ഇനി ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ശരീരം ഒരു പ്രത്യേക ഗതിയിൽ ഒഴുകണമല്ലേ. ആ ഒഴുകുന്നതിന്റെ തയ്യാറെടുപ്പിനെയാണ് ശരീര കാലാവസ്ഥ എന്ന് പറയുന്നത്. ശാരീരിക കാലാവസ്ഥയാണ് നമ്മൾ വികാരം എന്ന് പറയുന്നത്. ഈ വികാരങ്ങൾ ഉണ്ടല്ലോ, അത് സ്റ്റേബിൾ അല്ലെങ്കിലോ, നിരന്തരമായിട്ട് വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ സംഭവിക്കില്ല, ഇച്ഛ സംഭവിക്കില്ല. ഇനി നമ്മൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമല്ലോ. ആ കർമ്മം എന്ന് പറയുന്നതിന് നൈരന്തര്യം, സ്ഥിരതയില്ലെങ്കിലോ, ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ അപ്പോഴും സംഭവിക്കില്ല. ചിലർക്കൊക്കെ വിജയിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ വിജയിക്കുക എന്നുള്ളത് അവർക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ ശേഷിയുണ്ടാവും. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. ആ വിജയത്തെ ആഘോഷിക്കാൻ അവർക്ക് തയ്യാറല്ല, അവർക്ക് പരാജയം വേണം. അപ്പോ ആ ഉപബോധത്തിലുള്ള അത്തരമുള്ള റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും ഇത് സംഭവിക്കില്ല. ഈ പ്രാഗാമ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇച്ഛയെ യാഥാർത്ഥ്യമാക്കുന്നത്? സത്യത്തിൽ അത് നമ്മുടെ ഉള്ളിലുള്ള വ്യക്തമായ ഉദ്ദേശ്യം ആണ്. ഉദ്ദേശ്യം, പർപ്പസ് അല്ലെ. നമ്മുടെ ഉള്ളിൽ നിന്നും ആ പർപ്പസ് എന്നുള്ളത് ക്ലിയർ ആവുന്നു. നമുക്ക് ഇന്നതാണ് വേണ്ടതെന്ന് ക്ലിയർ ആവുന്നു. ആ സമയത്താണ് പ്രാഗാമ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇച്ഛയെ യാഥാർത്ഥ്യമാക്കുന്നത്. അത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ കൃത്യമായിട്ട് കേന്ദ്രീകരിക്കപ്പെടണം. പല വഴിക്ക് പോകരുത്. ആ കേന്ദ്രീകരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ അലൈൻ ചെയ്യണം, നമ്മൾ അതുമായിട്ട് ചേർന്ന് നിൽക്കണം. കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാണ്. നമ്മൾ എവിടേക്കാണോ പോകുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ക്ലിയർ ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവണം. ജീവിത ലക്ഷ്യം എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. നമ്മള് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ യാഥാർത്ഥ്യത്തിൽ ഈ സംഭവം വരും. ഇത് യാഥാർത്ഥ്യമല്ല, നമ്മുടെ ഉള്ളിലുള്ള ചിത്രം യാഥാർത്ഥ്യമല്ല, നമ്മുടെ ലക്ഷ്യം യാഥാർത്ഥ്യമല്ല, ഫോക്കസ് യാഥാർത്ഥ്യമല്ല എന്നുണ്ടെങ്കിൽ ആ വരുന്ന ഔട്ട്പുട്ടിനും യാഥാർത്ഥ്യം കാണണമെന്നൊന്നുമില്ല. അപ്പോ പ്രാഗാമ്യം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ കൃത്യത വേണം, ഫോക്കസ് വേണം, അലൈൻമെന്റ് വേണം, കൺസിസ്റ്റൻസി വേണം. ഇത്രയുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നു. അപ്പോ ഒളിമ്പസ് ഇതിനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ആ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ വഴിയാണ് അതിനെ കാണുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, സബ് കോൺഷ്യസ്നെസ്സിലുള്ള റീപ്രോഗ്രാമിംഗ് വഴിയാണ് ഇത് സാധ്യമാവുക, പ്രാഗാമ്യം എന്നുള്ളത് സാധ്യമാവുക. അതിന് എന്തെല്ലാം വേണം? നമ്മുടെ പെരുമാറ്റം കൃത്യമായിരിക്കണം, നമ്മുടെ ശീലങ്ങൾ കൃത്യമായിരിക്കണം, നമ്മളുടെ ഹീലിംഗ്, അതായത് നമ്മളുടെ ശരീരത്തിലുള്ള ശമന പ്രക്രിയകൾ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സഹജ ഭാവനയോടുള്ള, സഹജവാസനയോടുള്ള ചേർത്ത് നിൽപ്പ് കൃത്യമായിരിക്കണം. കാരണം അവിടെയാണ് നമ്മുടെ പർപ്പസ് എന്താണെന്ന് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ പർപ്പസുമായിട്ട് അലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പോകണം. മാത്രമല്ല, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രതിമനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇങ്ങനെ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗമായിരിക്കുന്ന മനസ്സിന്റെ 6 തലങ്ങളെയും ഡീകണ്ടീഷൻ ചെയ്ത് റീകണ്ടീഷൻ ചെയ്യണം. ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ നിന്ന് അയച്ചു കഴിഞ്ഞ് പുതിയൊരു രീതിയിലേക്ക് വരണം. നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ശാരീരിക പെരുമാറ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് പരിവർത്തിപ്പിക്കണം. അവിടെ ബോധപൂർവം നമ്മൾ ജീവിതത്തെ ഒന്ന് റീഡിസൈൻ ചെയ്യണം. PSP അതാണ് ചെയ്യുന്നത്. പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് പരിവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള റീഡിസൈൻ ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്നും കാണാം. ഈ പ്രാഗാമ്യം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും കാണാം. ഒരു വിത്തിന്റെ ഇന്റൻഷൻ എന്താ? ചെടി ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെ? ആ ചെടിയുടെ ആ ഇന്റൻഷൻ അല്ലാതെ മറ്റൊരു ചിന്തയും, മറ്റൊരു തോന്നലും, മറ്റൊരു ചോദനയും, മറ്റൊരു ആക്കവും വിത്തിനില്ല. അതുകൊണ്ട് തന്നെ ഈ വിത്തിന് ഈ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ കഴിയും. അത് മാത്രമേ ഉള്ളൂ. അനുകൂല സാഹചര്യങ്ങൾ കിട്ടിയാൽ ആ വഴിക്ക് അത് വളരും.
ഒരു നദിയുടെ ഏകദിശയിലുള്ള ഒഴുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ആ വിധത്തിലാണ്, ആ വിധത്തിൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പ്രകൃതിയിലൊന്നും സംഭവിക്കുന്നതിന് പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ല. പ്രകൃതി എപ്പോഴാണോ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അതിങ്ങനെ സ്വാഭാവികമായി സംഭവിക്കും. അതിന് പ്രകൃതിയുടെ ബുദ്ധി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ബലപ്രയോഗം ആവശ്യമില്ല, സ്വാഭാവികമായിട്ടുള്ള വികാസം അവിടെ ഉണ്ടാവും. ഒരു ബലപ്രയോഗം, ഒരു വളമിടലും, ഒരു എന്താ പറയുക ന്യൂട്രിയൻസ് കൊണ്ട് ഫീഡ് ചെയ്യലും ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് അത് വളരും. എന്ത് അളവിലേക്ക് എന്ത് വലുപ്പത്തിലേക്കും വളരും. അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ലാത്ത വികസനമാണ് അവിടെ ഉണ്ടാവുക. പ്രകൃതിയിലെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്നതിന്റെ പുറകെ ബാക്കിയുള്ളത് വന്നു ചേരുകയാണ് ചെയ്യാം. അതായത് വാക്വംഡ് റിസൾട്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഫോഴ്സ്ഡ് റിസൾട്ട് ആൻഡ് വാക്വംഡ് റിസൾട്ട്. ഫോഴ്സ്ഡ് റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു പ്രക്രിയ സംഭവിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ബലം പ്രയോഗിക്കുന്നു. ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ ബലത്തിന്റെ ശക്തിയിൽ വെളിപ്പെടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതാണ് ഫോഴ്സ്ഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അതിന് പകരം വാക്വംഡ് റിസൾട്ട് ഉണ്ട്. നമ്മളൊരു മിഷനുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ പുറകിലേക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വന്നു ചേരും. അതാണ് വാക്വംഡ് റിസൾട്ട്. ഈ വാക്വംഡ് റിസൾട്ടിന് ബലപ്രയോഗം ആവശ്യമില്ല, സ്ട്രെസ് ആവശ്യമില്ല, സ്ട്രെയിൻ ആവശ്യമില്ല. അത് സംഭവിച്ചുകൊള്ളും. പ്രകൃതിയിൽ ഇത് ഈ രൂപത്തിലാണ് സംഭവിക്കുന്നത്. എല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷെ ആധുനിക കാലം അല്ലാത്തൊരു കാലം അല്ലെ, ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ സംഭവിക്കുന്നില്ല. കാരണം എന്താ? നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത് കടമെടുത്തതാണ്. നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കടമെടുത്ത ചിന്തകളാണ് നമുക്കുള്ളത്. സാമൂഹ്യമായിട്ട് താരതമ്യം. അടുത്ത വീട്ടിൽ കാറ് വാങ്ങുന്നത് കൊണ്ട് എനിക്കൊരു കാറ് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ആവശ്യത്തിനാണോ കാർ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കില്ല. അടുത്ത വീട്ടിലൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വേണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, ഐഡിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാവുന്നതോടുകൂടി നമ്മുടെ അകത്തെ ആശയങ്ങളുടെ അളവ് കൂടുന്നു. കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പല ഐഡിയകൾ വരുന്നു. അത് വേണോ ഇത് വേണം. നമുക്ക് ഈ നമ്മൾ പറയുന്നൊരു ഹോട്ടലിലെ മസാല ദോശ കടയുണ്ട്. നമ്മള് പഴയ ഹോട്ടലുകളിലൊക്കെ കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ കയറി ചെല്ലുന്നു, ചേട്ടാ ഒരു മസാല പറഞ്ഞേക്കുന്നു. ആ കൗണ്ടറിൽ ചെല്ലുന്ന പറഞ്ഞാൽ പറയുന്നു. നമ്മൾ പോയി കൈ കഴുകി ഒന്ന് മുഖമൊക്കെ തുടച്ച് അവിടെ വന്ന് ഇരുന്ന് അല്പം വെള്ളമൊക്കെ ഒന്ന് കുടിക്കുമ്പോഴേക്കും മസാല ദോശ ഇങ്ങ് പോരും. ഒരു 3-4 പേര് ചേർന്ന് അതേ ഹോട്ടലിൽ കയറുന്നു. കയറിയിട്ട് അവിടെ എല്ലാവരും കൈ കഴുകി വരാൻ ഇരിക്കുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ വന്നിരുന്നു. എല്ലാവർക്കും ഇനി എന്താ വേണ്ടത് ചോദിക്കാം എന്ന് പറഞ്ഞ് വെയിറ്ററെ വിളിക്കുന്നു. വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഒരു 5-6 വിഭവങ്ങളാണ്. നിനക്കെന്ത് വേണം, നിനക്കെന്ത് വേണം, നിനക്കെന്ത് വേണം, നിനക്ക്. ഇത് പറയുന്നതിനിടയിൽ വെയിറ്റർ പോയിട്ട് വേറെ 2 ഓർഡർ എടുക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് അയാൾ ചോദിക്കും എന്താ വേണ്ടത്. അപ്പൊ പിന്നെ ഇവര് വീണ്ടും അടുത്ത 1-2 ചോയ്സ് ചോദിക്കും. അപ്പോഴും അയാൾ ആ വഴിക്ക് അന്വേഷിച്ചു പോകും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മറ്റേ ആള് അല്ലെ നമ്മളാണ് കയറിയെന്ന് നമ്മൾ മസാല ദോശ തിന്ന് എഴുന്നേറ്റ് പൈസ കൊടുത്ത് പോയിട്ടുണ്ടാവും. ഇവരെപ്പോഴും തീരുമാനമായിട്ടുണ്ടാവില്ല. ഇന്റന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈർ ഉണ്ടാവണം. അപ്പോ നമുക്ക് കൃത്യമായിട്ട് സംഭവിക്കും. അത് അല്ലാതെ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാണോ അതാണോ എന്നുള്ളത്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോ ആധുനിക കാലത്തെ ഈ പുതിയ തലമുറയുടെ ഒക്കെ ഒരു വല്ലാത്ത ഒരു സാംസ്കാരിക പ്രയോഗം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോ ഇനി എനിക്കാണോ കുഴപ്പം എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിച്ചുകൊണ്ട് എന്റെ കണ്ണിനും എന്റെ കാഴ്ചപ്പാടിനും കുഴപ്പമാണോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോകാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ആഗ്രഹങ്ങളെല്ലാം കൃത്രിമമായിട്ട് വരുന്നൊരവസ്ഥ. യഥാർത്ഥത്തിലുള്ള ആഗ്രഹമൊന്നുമില്ല. സ്വാഭാവികമായി നൈസർഗികമായി നമ്മളിൽ ഉണ്ടാകേണ്ടതൊന്നും മറക്കിയില്ല. അസ്വാഭാവികമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ, അതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ജീവിതഗന്ധിയല്ലാത്ത ആഗ്രഹം. ഇന്നത്തെ ഒരു വലിയ കുഴപ്പമാണത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ല സത്യത്തിൽ പ്രോഗ്രാം. ഈ ട്രെൻഡ് മേക്കിംഗ്, നമ്മുടെ തോട്ട് പാറ്റേൺ, നമ്മൾ എന്ത് ആഗ്രഹിക്കണം എന്നുള്ളത്, നമ്മൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് അല്ലെ. ഈ ലോകത്തെ കീഴടക്കാൻ ഉദ്ദേശിക്കുന്ന, ലോകത്തെ വിഭവങ്ങളുടെ മേളിൽ കൈവച്ചിട്ടുള്ള കോർപ്പറേറ്റുകൾ, അതിനുവേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഭരണകൂടങ്ങളാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുപ്പിക്കുന്നത്, നമ്മളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ ആധുനിക കാലത്ത് നമ്മുടെ കയ്യിലല്ല, വെളിയിൽ നിന്നുള്ള തീരുമാനങ്ങളാണ്, വെളിയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ശരിയായ തീരുമാനങ്ങളും ശരിയായ ഇച്ഛകളും സംഭവിക്കണം. അത് സംഭവിക്കുമ്പോഴാണ് പ്രകൃതി സ്വാഭാവികമായിട്ട് ഒഴുകുക. അപ്പൊ ഈ ഒരു ഒഴുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് PSPയിലൂടെ ചില പ്രാക്ടീസുകളിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം യഥാർത്ഥ ആഗ്രഹം എന്താണെന്നുള്ള തിരിച്ചറിയാനാണ്. അവനവന്റെ യഥാർത്ഥ ആഗ്രഹം അത് നമ്മുടെ
സഹജാവബോധ തലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ വാസനകൾ എന്താണ്, നമ്മുടെ ചോദനകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് അകത്തേക്ക് നോക്കാൻ പറ്റണം. മൊബൈൽ നോക്കിയിരുന്നാൽ, പുസ്തകം വായിച്ചിരുന്നാൽ ഇത് സാധിക്കില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിരുന്നാൽ സാധിക്കില്ല. അവനവൻ അകത്തേക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇന്റന്റ് ചെയ്യുക. അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിലേക്ക് പോവുക, മനസ്സിന്റെ ഏകാഗ്രമാക്കുക. ഉപബോധത്തിൽ ഇതിനെ തടയുന്ന മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവയെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പതുക്കെ മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ സ്വയം നിർദ്ദേശിക്കുക. എന്റെ ഉള്ളിലുള്ള ആ പാറ്റേണിനെ മാറ്റാൻ പാകത്തിന് സ്വയം നമ്മളെ നിർദ്ദേശിക്കുക. ആ നിർദ്ദേശം കൃത്യമായിട്ട് ഫലിക്കുന്നുണ്ടോ എന്നറിയാൻ നിശ്ചലതയിൽ ഇരുന്നു കൊണ്ട്, നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അച്ചടക്കത്തിലായിരിക്കുക. കൃത്യമായിട്ട് ആ ഒരു ഫ്രെയിമിൽ വർക്കിലൂടെ പോവുക. അപ്പോൾ പ്രാഗാമ്യം സംഭവിക്കും. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇതെല്ലാം കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ: സാധന ചെയ്യുക. ഏതെങ്കിലും ഒരു വിധത്തിലുള്ള, ഗുരുപക്ഷത്ത് നിന്ന് കിട്ടിയതാണ് ഏറ്റവും നല്ലത്, ഒരു സാധന കൃത്യമായിട്ട് ചെയ്യുക. അത് ഗുരു പരമ്പരയിലൂടെ വന്നതാണെങ്കിൽ ഏറ്റവും ഉചിതം. ഒരു സാധന കൃത്യമായി ചെയ്യുക. ഉത്തമനായ ഒരു ഗുരുവിനെ കണ്ടെത്തുക. ആ ഗുരുവിന്റെ കീഴിൽ നിന്നുകൊണ്ട് സാധനകൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ പറയുന്ന പ്രാഗാമ്യവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നുകൊണ്ടു. അപ്പോ മനസ്സിലാക്കുക, അഷ്ടസിദ്ധികളിൽ 6ാമത്തെയുള്ള പ്രാഗാമ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛകളെ സാധൂകരിക്കുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥ യോഗിക്ക് അവന്റെ ഇച്ഛകൾ സാധൂകരിക്കപ്പെടും. അവന്റെ അകത്തെ പ്രകൃതിയും പുറത്തെ പ്രകൃതിയും അലയുണ്ടാവുന്ന സമയത്ത്, ഈ ഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഇവയെല്ലാം നേർരേഖ, ഞാനും എന്റെ അകത്തെ ലോകവും പുറത്തെ ലോകവും ഏകധാരയിലാകുന്ന സമയത്ത് അവിടെ എന്റെ ഇച്ഛകൾ സംഭവിക്കും. എന്റെ ഇച്ഛ എന്ന് പറയുന്നത് എന്റെ പർപ്പസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കും. അപ്പൊ ഇതാണ് പ്രാഗാമ്യം. ഈ സിദ്ധിയിലേക്ക് വളരുവാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മപരിശോധനകളുമായിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.